വാർത്തകളിലേക്ക്. നോർത്ത് ഗോവയിൽ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വൻ തീപിടുത്തം, 23 പേർ മരിച്ചു. ബാഗ ബീച്ചിലെ ക്ലബ്ബിലാണ് തീപിടുത്തമുണ്ടായത്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? 23 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ക്ലബ്ബിലെ ജീവനക്കാർ തന്നെയാണോ? ഹിമ, അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. പ്രാഥമികമായിട്ടുള്ള നിഗമനം സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇനി വരാനുള്ളത്. എന്തായാലും പോലീസ് മേധാവി മുഖ്യമന്ത്രിയോട് ബ്രീഫ് ചെയ്ത സമയത്ത് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടാകും. 23 മൃതശരീരങ്ങളാണ് ഈ ക്ലബിനകത്ത് നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 20 ജീവനക്കാർ തന്നെയാണ്. ഈ 20 മൃതശരീരങ്ങളും അടുക്കളയ്ക്കകത്ത് നിന്നാണ് ലഭിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആദ്യമേ ഇത് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്നുള്ള സംശയത്തിലേക്ക് എത്തിയത്. കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. 3 പേർ ടൂറിസ്റ്റുകളാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മരണപ്പെട്ടവരിൽ 3 പേർക്കാണ് ബേൺ ഇഞ്ചറീസ് ഉണ്ടായിരുന്നത്, അതായത് പൊള്ളലേറ്റ് മരിച്ചവർ. ബാക്കി 20 ശ്വാസം മുട്ടിയാണ് ബാക്കി 20 പേരുടെയും മരണം എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ ക്ലബിന്റെ പേര് ബേർഡ്സ് ബൈ റോമിയോ എന്നുള്ള കാര്യമാണ്. ബാഗ ബീച്ചിൽ നിന്നും 2 കിലോമീറ്റർ മാറി അർഫോറ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഈ ഒരു ക്ലബ്ബ് അത് സ്ഥിതി ചെയ്തിരുന്നത്. വലിയ തോതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസും അഗ്നിസുരക്ഷാ വിഭാഗവും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിരുന്നില്ല. 1 കൊല്ലം മുൻപാണ് ഈ റിസോർട്ട് പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് തന്നെ വേണ്ട സാങ്ഷൻസോ മറ്റ് അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങളോ ഒന്നും പാലിക്കാതെ പ്രവർത്തിച്ചു വന്നിരുന്നു. എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെയും അതുപോലെ ഈ റിസോർട്ട് മാനേജ്മെന്റിനെതിരെയും ഈ ക്ലബ്ബ് മാനേജ്മെന്റിനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നുള്ള കാര്യം തന്നെയാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് എത്തിയിരുന്നു. അദ്ദേഹം കാര്യങ്ങളെല്ലാം നേരിട്ട് വിലയിരുത്തി അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. എന്തായാലും ഇപ്പോഴും ഈ പരിസരത്ത് ഒരു തിരച്ചിൽ നടക്കുന്നുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാനായി. തീർച്ചയായും അർജുൻ, 23 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതും കൂടുതൽ ജീവനക്കാരാണ് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ അത്ര അധികം ജീവനക്കാരുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഇത്ര വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. കാരണം ഇത്ര വലിയൊരു സ്ഥലമാകുമ്പോൾ അതിന്റെ സുരക്ഷയൊക്കെ കൃത്യമായി നോക്കേണ്ടതാണ്, അതിൽ കൃത്യമായി ജാഗ്രത വേണ്ടതാണ്. അവിടെയാണ് ഈ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. പരിശോധനകൾ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ മാനേജ്മെന്റിനെ സഹായിക്കുന്ന തരത്തിൽ പല തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് അനുകൂലമായി ഒരുപക്ഷെ ചില കൈക്കൂലി വാങ്ങിയിട്ടടക്കം ആളുകൾ നടത്തിയിട്ടുണ്ട്, അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുകളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ജില്ലാ ഭരണകൂടത്തിന് അടക്കം പോയിട്ടുണ്ട്. ഈ തിരച്ചിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. പ്രത്യേകിച്ചും ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഈ ക്ലബ്ബുമായി ബന്ധപ്പെട്ടുള്ള വിശദ രേഖകളെല്ലാം തന്നെ പഠിക്കാനായി ഈ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട അധികാരികളോട് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടായത്. അതായത് കഴിഞ്ഞ 1 കൊല്ലം മുൻപ് പ്രവർത്തനം ആരംഭിച്ച ക്ലബ്ബ് അതിന് വേണ്ട രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിച്ചിരുന്നില്ല, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെ 5 മണിയോടെ തന്നെ ഈ ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ പറയുന്നു. കൃത്യമായിട്ടുള്ള വീഴ്ച അവിടെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമടക്കം ഇതിലൂടെ വ്യക്തമായതാണ്. ഒപ്പം തന്നെ ഈ ക്ലബ്ബ് മാനേജ്മെന്റ് അവരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് 23 പേരുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. അതിൽ 20 പേരും ഈ ജീവനക്കാർ തന്നെയാണ്. മാത്രമല്ല 3 പേർ ടൂറിസ്റ്റുകളാണ്. ഇപ്പോൾ ഡിസംബർ മാസമാണ്, ശീതകാലമാണ്. ഗോവയിൽ വലിയ തോതിൽ ടൂറിസ്റ്റുകളുടെ തിരക്ക് വരുന്ന സമയം തന്നെയാണ്. കുറച്ചുകൂടി സമയം മുന്നോട്ട് പോയിരുന്നെങ്കിൽ പക്ഷേ ഇനിയും തിരക്ക് കൂടി വലിയ ദുരന്തത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ അടക്കം നമുക്കറിയാം ഗോവയിൽ റിസോർട്ടുകളിലും ഈ ക്ലബ്ബുകളിലും എല്ലാം തന്നെ വലിയ രീതിയിൽ തിരക്ക് കയറുന്ന സമയമാണ്, ഒരുപാട് തിരക്ക് ഉണ്ടാകുന്ന സമയമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അത് 23 പേരുടെ മരണത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. അവിടെ കൃത്യമായിട്ടുള്ള വീഴ്ച തന്നെ, ഈ അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങളിലടക്കം കൃത്യമായിട്ടുള്ള വീഴ്ച, അതുപോലെ തന്നെ പുറത്തേക്ക് കടക്കാനുള്ള മാർഗങ്ങൾ കൃത്യമായി ഇല്ലാത്തൊരവസ്ഥ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ചികഞ്ഞെടുത്തിപ്പോൾ ഈ ഫയലുകൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെ അടക്കം വലിയ തോതിൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നേരിട്ട് ഈ സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ച് മടങ്ങിയ ഒരു അവസ്ഥ കൂടിയാണ്. കൃത്യമായിട്ടും വലിയ ഒരു നടപടി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെയും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, നോർത്ത് ഗോവയിലാണ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വലിയ തീപിടുത്തമുണ്ടായത്. 23 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ബാഗ ബീച്ചിലെ ക്ലബ്ബിലാണ് ഈ തീപിടുത്തമുണ്ടായത്. മരിച്ചവരിൽ ഭൂരിഭാഗവും ജീവനക്കാർ തന്നെയാണ്. വലിയ സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുൻ പീതാംബരനാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.